വിജയിയും സംഗീതയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഡിവോഴ്സ് കേസ് പിൻവലിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിജയിയുടെ പിറന്നാൾ ദിനമായ ഇന്ന് ഇക്കാര്യം അറിയിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയാണ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി. എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ നടക്കില്ല. 2017 മുതലേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. ഞാനായിട്ട് വിവാഹമോചനത്തിന് മുൻകൈയെടുക്കരുത്, സംഗീത തീരുമാനിച്ചാൽ തടുക്കുകയും ചെയ്യരുത് എന്നായിരുന്നു വിജയ് ചിന്തിച്ചത്. കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് സെറ്റിൽമെൻറ്റ് ചർച്ച നടന്നു. അവിടെ സംഗീതയുടെ ഡിമാൻഡ് വിജയ്ക്ക് അംഗീകരിക്കാനായില്ല. 100-200 കോടി പണം ആവശ്യപ്പെട്ടത് വിജയ് സമ്മതിച്ചില്ല. ഒരു ഘട്ടത്തിൽ സംഗീത കോടതിയിൽ പോയി. സംഗീതയെ ഇതിന് പ്രേരിപ്പിച്ച കുടുംബമേത് എന്നെല്ലാം വിജയ്ക്കറിയാം. അത് വിജയുടെ ദേഷ്യത്തെ പല മടങ്ങ് കൂട്ടി. ചോദിക്കുന്ന പണം കൊടുക്കരുത് എന്ന പിടിവാശി കൂട്ടി. വിജയിയും സംഗീതയും ഒരുമിക്കാൻ പോകുന്നു. ഒരുമിച്ച് എന്നെല്ലാം പറയുന്നത് ആരാധകരുടെ ആഗ്രഹം മാത്രമാണ്. വിജയിയും സംഗീതയും വീണ്ടും ഒന്നിച്ചു, ദൈവത്തിന് നന്ദി എന്നെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. താൻ ഇത് കണ്ട് ചിരിക്കാറാണെന്നും ബിസ്മി പറയുന്നു. 1999 ഓഗസ്റ്റിലാണ് വിജയിയും സംഗീതയും വിവാഹിതരായത്. ശ്രീലങ്കൻ തമിഴ് വംശജയായ സംഗീത ലണ്ടനിലാണ് വളർന്നത്. ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവരാണ് മക്കൾ. വിജയിയുടെ സിനിമയിലെ ഉയർച്ചകളിലെല്ലാം സംഗീതയുടെ പിന്തുണ ഉണ്ടായിരുന്നു. താരത്തിൻ്റെ സിനിമകളുടെ വിജയാഘോഷങ്ങളിലെല്ലാം സംഗീത സജീവ സാന്നിധ്യമായി ഉണ്ടാകാറുമുണ്ട്. വിജയ് തൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയതു മുതൽ പക്ഷേ സംഗീതയെ വിജയ്ക്കൊപ്പം ആരാധകർ കണ്ടിട്ടില്ല. TVKയുടെ രാഷ്ട്രീയ പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സംഗീതയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെയാണ് വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജിയുമായി സംഗീത നീങ്ങുന്നത്. നടന് മറ്റൊരു നടിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും വിലക്കിയിട്ടും തുടർന്നുവെന്നുമാണ് സംഗീതയുടെ ഹർജിയിലെ പ്രധാന ആരോപണം. തൃഷയെയാണ് സംഗീത ഉദ്ദേശിക്കുന്നതെന്ന തരത്തിൽ ഇതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി. നടി കീർത്തി സുരേഷിൻ്റെ വിവാഹത്തിൽ തൃഷയും വിജയും ഒരുമിച്ചെത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമായത്. പിന്നീട് പല വേദികളിലും ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുണ്ട്. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് തൊട്ടടുത്ത ദിവസവും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തൃഷയും വിജയും ഒരു വിവാഹ ചടങ്ങിന് ഒന്നിച്ചെത്തിയിരുന്നു. മാത്രമല്ല, ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും തൃഷയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു.